എല്ലാവർക്കും M&Fന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു കുഞ്ഞ് യാത്രയായിട്ട് ഇറങ്ങിയതാണ്. ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ. കോതമംഗലത്തേക്കാണ് യാത്ര പോകുന്നത്. യാത്ര പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചയാണിത്. കുറച്ച് സ്ഥലം ഇങ്ങനെ എംപ്റ്റി ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു റോഡിൽ. അവിടെ നല്ല പുല്ലൊക്കെ പിടിച്ച് നല്ല രസം. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഞങ്ങൾ താമസിക്കാനായിട്ട് എടുത്തിരിക്കുന്ന സ്ഥലമാണിത്. ഇതൊരു റിസോർട്ടാണ്, എന്നാ ഒരു ഭാർഗവി നിലയം പോലത്തെ ഒരു ബംഗ്ലാവ്. കുഴപ്പമില്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ആ വീട് കാണാനായിട്ട്. ലുക്ക് വൈസ് നോക്കിയാലും നല്ല കിടുവായിരുന്നു. എനിവേ അതിൻ്റെ ഉള്ളില് കുറേ സംഭവങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പോർഷനിൽ അത്യാവശ്യം ഒരു 10-30 സെന്റ് ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു ഏരിയ തന്നെ. എനിവേ നല്ല ഭംഗിയിലായിരുന്നു അവരെല്ലാം അറേഞ്ച് ചെയ്തിരുന്നത്. പിന്നെ അതില് മെയിൻ ഭാഗം എന്ന് പറയുമ്പോൾ പൂളാണല്ല. കുട്ടികൾക്കാണെങ്കിൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം പൂളിന്റെ സ്ഥലമാണ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അവിടെ ഒരു ചെറിയൊരു ആർച്ച് പോലെയൊക്കെ കൊടുത്ത് ചെടിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ ഒരു കാണാൻ പോയിട്ട് ഏരിയ ആണ്. ആർക്കും ഒരു ശല്യവും ഇല്ല. നമുക്ക് പ്രൈവറ്റ് ആയിട്ട് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. പൂളിലാണെങ്കിൽ അവര് ഏരിയയൊക്കെ തിരിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥലമുണ്ട്. അവിടെ സേഫാണ് കുഞ്ഞുങ്ങൾ. അങ്ങോട്ടേക്ക് ഒരു കോംപ്ലിക്കേഷനും തോന്നാത്ത രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് അവിടെ നിന്ന് കളിക്കാം. നല്ലോണം എൻജോയ് ചെയ്ത് പിള്ളേര്. ഇനി നമുക്ക് വീടിന്റെ അകത്തേക്ക് പോകാം. അകത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലം അവര് സജ്ജീകരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. താഴെ നമുക്ക് 3 ബെഡ്റൂമാണ് അവിടെ ഉള്ളത്. അതിൽ ഒരെണ്ണം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെയോടുകൂടി അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ താഴെ വേറെ എക്സ്ട്രാ 2 ബെഡ്റൂംസ് ഉണ്ട്. ആ 2 ബെഡ്റൂം ഓൾറെഡി വേറൊരു ഫാമിലി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കത് കിട്ടിയില്ല. ദെൻ മുകളിലാണ് പിന്നെ നമുക്ക് കിട്ടിയ റൂംസുകൾ. മുകളില് നമുക്ക് 4 ബെഡ്റൂം. ടോട്ടൽ ആ വീട്ടില് 7 ബെഡ്റൂംസുകൾ ഉണ്ടായിരുന്നു. അതില് 5 എണ്ണം നമുക്ക് കിട്ടി, ബാക്കി 2 എണ്ണം വേറെ ഫാമിലിക്കായിരുന്നു. ദെൻ മുകളിലോട്ട് ചെന്ന് കയറുമ്പോഴത്തേക്കും അവിടെയും അറേഞ്ച് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ ഭംഗിയിലായിരുന്നു. 2 മുകളിലത്തെ ബെഡ്റൂംസുകൾ നല്ല വലിപ്പമുള്ളതും അതുപോലെ തന്നെ വാഷ്റൂംസ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ളതൊക്കെ ആയിരുന്നു. ഒന്നും കൺജസ്റ്റഡ് ആയിരുന്നില്ല. ദെൻ പുറത്തോട്ട് ബാൽക്കണിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ്. ബാൽക്കണിയുടെ അവിടെ ഇരുന്ന് കാണാനും കളിക്കാനും ഒക്കെ. അവിടെ ക്യാരം ബോർഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കളിക്കാം. ഞങ്ങൾ കുറച്ചു നേരം കളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. വന്ന് കയറിയ ഉടനെ തന്നെ എല്ലാ പിള്ളേരും കൂടി കളിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഓടി നടക്കലും കളിക്കലും ആയിരുന്നു. വന്നതേ ഉള്ളൂ, ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്തിട്ടില്ല. എല്ലാവരും കൂടി കളിക്കാൻ ഓടി. ഈ റിസോർട്ടിന്റെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി, ഹംബിൾ ബീ. നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയാൻ പറ്റും. അതിന്റെ തൊട്ടരികത്തായിട്ട് തന്നെ ഒരു റിവർ ഏരിയ ഉണ്ട്. അവിടെ ഞങ്ങൾ പോയായിരുന്നു. അവിടെ ഒരു ചെറിയ വീടുണ്ടായിരുന്നു, എങ്കിലും അവിടെ നമുക്ക് നടക്കാനുള്ള ഒരു ഏരിയ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി കുറച്ചു പേര് ഇരുന്ന് പിള്ളേര് ചൂണ്ടയൊക്കെ ഇട്ട് കുറച്ചു പേര് ഇരുന്ന് അവിടെ ചെയ്തത്. ചായയൊക്കെ ഞങ്ങൾക്ക് തന്ന് ചെന്ന ഉടനെ ചായയും പഴംപൊരിയൊക്കെ ഇങ്ങോട്ട് കിട്ടിയത്. എന്താ അയ്യോ എന്താണ്? ഞങ്ങള് പിന്നെ ചായ കുടിച്ചിന് കുറച്ചു നേരം ചില്ലടിക്കാൻ വേണ്ടി അങ്ങനെ എല്ലാരും കൂടി പൂളിലൊക്കെ ചാടാൻ പോയി. പൂളിലൊക്കെ ചാടിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആർക്കും അങ്ങാടും ഇങ്ങാടും നോക്കാൻ പോലും സമയം ഉണ്ടായില്ല. പൂളിൽ എൻജോയ് ചെയ്യാൻ മാത്രം ഒരു സമയം മാത്രമേ ഉണ്ടായുള്ളൂ. എൻജോയ് ചെയ്ത് രാത്രി അത് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ ഫുൾ വൈബ് അടിച്ച് ചില്ലടിച്ച് ഇരിക്കണായിരുന്നു. നീന്താൻ അറിയാൻ പാടാത്തവരവിടെ നീന്താൻ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. വൈബായിരുന്നു ഫുൾ.
ഞങ്ങളെല്ലാരും പൂളിൽ നിന്ന് കളിച്ച് ക്ഷീണിച്ച് വിശന്ന് വന്നപ്പോഴേക്കും ഞങ്ങളുടെ മാസ്റ്റർ ഷെഫായ ജോഷിയങ്ങൾ ഞങ്ങൾക്ക് ഗ്രിൽഡ് അൽഫാം പെരി പെരി അൽഫാം ഉണ്ടാക്കി തന്നു ഗൈസ്. ഞങ്ങളുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പപ്പ പറഞ്ഞ് ഒരു ഗെയിം കളിക്കാം നമുക്ക് എന്ന് പറഞ്ഞോണ്ട് ഞങ്ങ മറ്റേ ഗ്രൗണ്ടിൽ പോയിട്ട് 2 ഗെയിംസ് കളിച്ചു. കണ്ടാലോ? പാടം പുസ്തകാനം വന്നു നീയും കാറ്റാടിത്തണലും മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും കാറ്റുള്ളൊരു പെണ്ണും ദൈവം താമര കസ്തൂരി എന്റെ ചിങ്കാരി ഞാൻ മോഹം മച്ചാനെ എന്ന് മച്ചാനെ മോഹം ഇതില് നിങ്ങളുടെ പകുതിയിൽ വീണയുമായൻ മനസ്സിന്റെ താമര ഉയർന്നവരെ അവളെയും കൊണ്ടുപോയത് വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ മാ ആദ്യത്തെ ദിവസത്തെ ആർമാദിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോ എല്ലാവരും കിടന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ വിഷു ആയിരുന്നു. ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അവിടെ ഉണ്ടായ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി വിഷു സർപ്രൈസ് പോലെ ഒരു വിഷുക്കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ. പിന്നെ അതൊക്കെ ഞങ്ങള് എൻജോയ് ചെയ്തു. ദെൻ കുറച്ചു നേരം അവിടെയുള്ള ഗാർഡനിലൊക്കെ ഒന്നുകൂടിയൊക്കെ നടന്ന് അവിടെ തൊട്ടടുത്തുള്ള പുഴയിലൊക്കെ പോയി. പുഴയില് കുഞ്ഞു മീനുകളുടെ ഓരോരോ എന്താണ് പറയേണ്ടത്, പെഡിക്യൂർ പോലത്തെ ഒരു സംഭവം ഞങ്ങൾക്ക് കിട്ടി. ചെറിയ ചെറിയ മീനുകളൊക്കെ വന്ന് കാലുമേലൊക്കെ കൊത്തി, അതും ഒരു എൻജോയ്മെന്റ് ആയിരുന്നു. അതും കഴിഞ്ഞ് ലാസ്റ്റ് വീണ്ടും ഒന്നും കൂടി പൂളിൽ ഇറങ്ങാനുള്ള ആഗ്രഹം കൊണ്ട് ഒക്കെ കൂടി വീണ്ടും പൂളിലോട്ട് എടുത്ത് ചാടി. കുറച്ചു നേരം കൂടി ഉണ്ട് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ ആർമാദം അങ്ങനെ തുടർന്നു. പൂളിലായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ കളിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാറായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് തന്ന ചേട്ടനാണ്. ആ ചേട്ടൻ ഓടി വന്നിട്ട് പറഞ്ഞ് അമ്മച്ചിയോട് ഒരു ചെടി നട്ടിട്ട് പോയിക്കോളാൻ. അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം ഞങ്ങളൊരു ചെടി അവിടെ നട്ട്. അടുത്ത തവണ വരുമ്പോ അത് വളർന്നോ ഇല്ലയോ എന്ന് നോക്കാം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങൾ റോഡ് ടു 1K ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.